ദേശീയപാത 66 തകർന്ന സംഭവത്തിൽ കോൺഗ്രസ് നിലപാട് മുഖവിലക്കെടുക്കാതെ മുസ്ലിം ലീഗ് നേതാക്കൾ. റോഡ് തകർന്നതിൽ ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റിക്കും കേന്ദ്ര സർക്കാരിനുമാണെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. റോഡ് തകർന്നതിൽ കടുത്ത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ.ടി. മുഹമ്മദ് ബഷീർ MP കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ടിരുന്നു. റോഡ് തകർന്നതിൽ സംസ്ഥാന സർക്കാരല്ല ഉത്തരവാദികൾ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തിയപ്പോഴും മുസ്ലിം ലീഗ് നേതാക്കൾ മൗനം പാലിച്ചു. പ്രതിപക്ഷ ഉപനേതാവായ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലത്തിലാണ് കൂരിയാട് 6-വരിപ്പാത തകർന്നു വീണത്. ജനപ്രതിനിധികളുടെ ആശങ്കകൾ പോലും നാഷണൽ ഹൈവേ അതോറിറ്റിയും നിർമ്മാണ കമ്പനിയും മുഖവിലക്കെടുത്തില്ലെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇ.ടി. മുഹമ്മദ് ബഷീർ MP കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ടത്. പുനർനിർമ്മാണം അനന്തമായി നീണ്ടുപോകരുതെന്നും പരാതി ഉയർന്ന മറ്റിടങ്ങളിലും സുരക്ഷ ഉറപ്പാക്കണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. എന്നാൽ ദേശീയപാത ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരെയോ നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെയോ നിർമ്മാണ കമ്പനിയായ KNR-നെതിരെയോ കോൺഗ്രസിന് പരാതിയില്ല. മുസ്ലിം ലീഗ് നിലപാട് കടുപ്പിച്ചതോടെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കേന്ദ്രമന്ത്രിക്ക് കത്തയക്കാൻ നിർബന്ധിതനായത്. കൈരളി ന്യൂസ്, മലപ്പുറം.